ഹലോ, ഇനി നമുക്കൊരു ടാറ്റ പോയാലോ? വായോ. അതെ, കുറേ നാളുകൾ കൊണ്ട് കാത്തിരിക്കുന്ന ആ ദിവസം ഇങ്ങെത്തി ഗൈസ്. എൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. പക്ഷെ ഞാൻ ഇതിനെ ഫസ്റ്റായിട്ടേ കാണുന്നുള്ളൂ. കാരണം UAE ഇപ്പം എനിക്കൊരു സെക്കൻഡ് ഹോമാണ്. അപ്പോൾ എന്താണെന്നല്ല, അതെ, ജോർജിയയ്ക്കൊരു ട്രിപ്പ് എന്ന പദ്ധതി. അപ്പോൾ ജോർജിയയിലൊന്ന് പോയിട്ട് വരാം, വായോ. ദുബൈ വഴി പോകുമ്പം ഈ സീനറിയൊക്കെ ഒന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷമോ. എന്ത് ഭംഗിയാണെന്നറിയോ രാത്രിയിൽ ഈ ഫ്യൂച്ചർ മ്യൂസിയം ഒക്കെ കാണാൻ. ഫെബ്രുവരി 22, 2022 ഈ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ഒഫീഷ്യലി പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. GK കിട്ടിയില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, അബുദാബി എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ആദ്യമായിട്ടാണ് അബുദാബിയിൽ ഞാൻ പോകുന്നത്. കൊണ്ട വെയിൽ ഫോഗാണോ പൊടിക്കാറ്റാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഫോഗാണോ പൊടിക്കാറ്റാണോ എന്നുള്ള ഡിസ്കഷൻ കാറിൽ എല്ലാവരും കൂടി നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ട് എത്തി. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവൽ. താ ദൂരത്ത് പരന്ന് കിടക്കുന്ന എയർപോർട്ട്. അങ്ങനെ വേണം. എയർപോർട്ടിൽ ചെന്ന് ചെക്കിനൊക്കെ ചെയ്ത് ബാഗേജിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം കിട്ടി. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. നമ്മുടെ ഫ്ലൈറ്റ് 6:10 അതുവരെ അവിടെ കണ്ടേണ്ട്. അടിപൊളി അല്ലേ? ഒരു മിറർ വീഡിയോ ആയാലോ? 6:10 ഫ്ലൈറ്റിന് ലാസ്റ്റ് കോളിലാണ് ഞങ്ങൾ ചെന്നത്. രാവിലെ ആയതുകൊണ്ട് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, ഫോഗി അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ വിസെയറിനാണ് പോയത്. അത് പാക്കേജിനകത്ത് അവർ തന്നെ എടുത്തു തന്നത്. ഇതെന്താ ഇപ്പം ഇത്ര ദൂരം ഫ്ലൈറ്റിലോട്ട്? എന്തായാലും നോക്കാം. പിന്നെ ഫ്ലൈറ്റിൽ കയറി എല്ലാം ഒന്ന് സെറ്റാക്കി. ഡേ ആയതുകൊണ്ട് പോകുന്ന വഴി നമുക്ക് പ്രകൃതി ഭംഗി മൊത്തം ആസ്വദിക്കായിരുന്നു. മഞ്ഞുമല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. എലി പുന്നല് കണ്ട പോലെ. എൻ്റെ ആക്രാന്തവും ആകാംക്ഷയും കണ്ടുകൊണ്ട് അടുത്ത് വയ്ക്കുന്ന അമേരിക്കൻ ചേച്ചി ചോദിച്ചു, ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, അതെ 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 അതെ. അവർക്കറിയില്ലല്ലോ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്ന ഒരാളുടെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന്. നമ്മൾ കുറ്റീസി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. എന്താ ക്ലൈമറ്റ്? നല്ല ചൂടത്തുനിന്ന് പോയ ഒരാൾ നല്ലൊരു തണുപ്പിൽ ചെന്നപ്പോൾ ഉള്ളൊരവസ്ഥ, അന്തസ്. പിന്നെ അവിടുത്തെ ചെക്കൗട്ടും കാര്യങ്ങളും പ്രൊസീജിയറും എല്ലാം കഴിഞ്ഞ് നമ്മൾ USD ഒക്കെ ലാറിയിലോട്ട് കൺവേർട്ട് ചെയ്ത്, എന്തിനാ ഫുഡൊക്കെ മേടിക്കണ്ടേ, നമ്മളിറങ്ങി. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ നിറച്ച് പട്ടികളാണ്. അവരുടെ എല്ലാം ചെവിയിൽ ഒരു കാതും കുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പശുവിൻ്റെ ചെവിയിൽ കാത് കുത്തത്തില്ലേ? നമ്മുടെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പുള്ളി അറിഞ്ഞത് വാക്സിനേഷൻ ചെയ്തതിൻ്റെയാണെന്ന്. ചെവിയിൽ കമ്മലുണ്ടല്ലോ. ഞങ്ങൾ ചെന്നിറങ്ങിയത് കുറ്റൈസി എയർപോർട്ടിലാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു യാത്ര പോകുന്ന തകർപ്പൻ സംസാരമായിരുന്നു. പുള്ളി പറയുന്നത് ജോർജിയയിലെ ആൾക്കാർക്ക് ഈ ഒരു ക്ലൈമറ്റാണ് ഇഷ്ടമെന്ന്. കാരണം സമ്മറല്ലേ, വിൻ്ററിൽ ഒരു മൂഡി അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം നല്ല സുഖം. ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് സബ്വേ തന്നെ ആദ്യം തന്നെ നമ്മുടെ ഗൈഡ് കൊണ്ട് മാസ്റ്റർ ഷെഫായ എൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം സബ്വേ വെച്ച് അവർ സ്വന്തമായി സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നു. കുറേ സീഡ്സുള്ള ഫ്രഷ്ലി മെയ്ഡ് ബ്രെഡിനകത്ത് കുറച്ച് വെജീസും കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് മയണൈസും കുറേ സോസും ഒക്കെ വാരിയിട്ട് അവരുടെ ചീസും ഒക്കെ വെച്ച് നമുക്ക് ബ്രെഡ് സെറ്റാക്കി തന്നു. ഈ ഫുഡ് അത്ര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, ഈ പച്ചക്കറിയും ഈ ചിക്കനും ബ്രെഡും അതുപോലെ തന്നെ പിക്കിളും എല്ലാം സെപ്പറേറ്റ് ഇരിക്കുമ്പോൾ ഹെൽത്തിയാണ്. പക്ഷെ ഒന്നിച്ച് വരുമ്പോൾ മാത്രം അൺഹെൽത്തി ആവുന്നത്. അതെന്താ അങ്ങനെ? നമ്മുടെ ചോയ്സിനനുസരിച്ച് അവർ സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുന്നത്. വയറ് പിന്നെ പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്തു ആ ഒരു സാൻഡ്വിച്ച് കഴിച്ച പിന്നെ. എനിക്ക് പിന്നെ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് സാൻഡ്വിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അകത്താക്കി. ഞാൻ ആദ്യമായിട്ടാണ് സബ്വേന്ന് ഫുഡ് കഴിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ കഴിക്കേണ്ടതായിരുന്നു എന്ന്. പിന്നെ ഒരു ക്യാപ്പച്ചീനയും കൂടെ കുടിച്ച് നമ്മുടെ ബ്രഞ്ച് പൂർണ്ണമാക്കി. നമ്മൾ കുറ്റൈസി എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. അവിടുന്ന് ടിബിലിസിക്കാണ് ആദ്യം പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിബിലിസിയിൽ നിന്നാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സബ്വേയിൽ കയറിയത്. ഏകദേശം 3.5 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു ടിബിലിസിയിലേക്ക്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.